What do you mean by particles? Or just പറഞ്ഞാൽ മതി. കുറച്ച് സൗണ്ട്. എന്താ ഋഷി പറഞ്ഞോ? പാർട്ടിക്കിൾസ് വാട്ട് ഡു യു മീൻ? കേൾക്കുന്നില്ല. അവർ സ്പീക്കർ ചെയ്താൽ അവിടെ ബാക്ഷി അതൊന്ന് കുത്തു മോനെ. പറഞ്ഞോ. എന്തോ? ഓക്കെ, നമുക്ക് അത് സിംപ്ലിഫൈ ചെയ്യാം. പാർട്ടിക്കിൾസിൻ്റെ ഒരു വേർഡ് ഉണ്ടല്ലോ, ആ വേർഡ് നമുക്ക് ഒരു സിംപ്ലിഫൈ ചെയ്യാം. പാർട്ടി പറഞ്ഞാൽ എന്താ? പാർട്ടി അതൊക്കെ അത് പാർട്ടി പറഞ്ഞാൽ വാട്ട് യു അണ്ടർസ്റ്റാൻഡ്? അതിൻ്റെ ഒരു എങ്ങനെ ഉണ്ടാവും, സെറ്റപ്പ് എങ്ങനെ ഉണ്ടാവും? ഫുള്ളി ഡെക്കറേറ്റഡ്, പിന്നെ ഫുൾ കളർഫുൾ ലൈറ്റ്സ്, ഡിഫറെൻറ്റ് എമോഷൻസ്. അവിടെ ഒരു DJ, ഇവിടെ ഒരു വെൽക്കം ജ്യൂസും ഡാൻസും, പിന്നെ അവിടെ ഒരു ഗ്രൂപ്പായിട്ട് വിമൻസ് ഒരു ഗ്യാങ്ങും, ഈ ചെറുപ്പക്കാർ ഇവിടെ ഒരു സൈഡും, പ്രായം ബിസിനസ് മാൻ ഡ്രൈവർ സൈഡ്. അപ്പോൾ ഒരു പാർട്ടി പറയുമ്പോൾ ഏതാ? ഗ്രൂപ്പ് ഓഫ് സം ആക്ടിവിറ്റി. പ്ലീസ് റൈറ്റ് ഇറ്റ് ഡൗൺ. ഒരു പാർട്ടി നമ്മുടെ ലൈഫിലെ ഒരു പാർട്ടി പറഞ്ഞാൽ ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റി. കിട്ടിയ കോൺസെപ്റ്റ്? പാർട്ടി, that means it is a group of activity. അപ്പോൾ particles means some elements. Particles means some elements. അപ്പോൾ ന്യൂക്ലിയുള്ള പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ വിഷ്വൽ എഫക്ട്സ് പാർട്ടിക്കിൾസ്, VFX പാർട്ടിക്കിൾസ്. അപ്പോൾ നമുക്ക് വിഷ്വലായിട്ട് കാണുന്ന ഈ ഒരു പരിപാടി ഉണ്ടല്ലോ, അത് ഇറ്റ് ഈസ് എ പാർട്ടിക്കിൾ. അതൊരു ഗ്രൂപ്പായിട്ട്. അപ്പോൾ പാർട്ടിക്കിൾ ആർ സോ മെനി എലിമെൻറ്റ്സ്. അപ്പോൾ 1, 2 നമുക്ക് 4, 5 പറയാമല്ലോ. ഫോർ എക്സാമ്പിൾ റെയിൻ എഫക്റ്റ് പണ്ട് എങ്ങനെ ഉണ്ടായിരുന്ന ഒരു മൂവിയിൽ നമുക്ക് ഒരു മഴ സീൻ അടിക്കണം പറഞ്ഞാൽ മഴ വരെ അവർ വെയിറ്റ് ചെയ്യും. പണ്ട് ഒരു മഴ ഉള്ള ക്ലൈമറ്റിൽ ആ സീന് സെറ്റ് ചെയ്തിട്ട് മഴ വന്നപ്പോൾ അവരെല്ലാം ചെയ്തെടുക്കും. ഇപ്പോൾ സമയമില്ല. അത് സെക്കൻഡ് സ്റ്റേജ് എന്താ സംഭവിച്ചു? ഒരു ഫയർ എഞ്ചിൻ ഇങ്ങനെ ഒരു മറ്റേ പൈപ്പ് എന്താ പറയും, അല്ല മലയാളത്തിൽ കുഴവാ, തമിഴിൽ കുഴ മീൻസ് ഇറ്റ്സ് എ പൈപ്പ്. തമിഴിൽ ഒരു പൈപ്പ് വെച്ചിട്ട് ഇങ്ങനെ അവരടിക്കും. അപ്പോൾ അതിൽ അഭിനയിക്കണം. ആണോ? അല്ല ഉണ്ടാവും, അച്ഛനമ്മ ചോദിച്ചു നോക്കും. സോ ഇത് നമ്മൾ സിനിമയിൽ ഇങ്ങനെ വിഷ്വൽ എഫക്ട്സ് പറഞ്ഞാൽ ഇങ്ങനെ ഒരു വെള്ളം അടിച്ചിട്ട് സ്റ്റാർട്ട് ആക്ഷൻ ക്യാമറ. വൈറ്റിലെല്ലാം ഒരു ഷൂട്ടിംഗ് പോകുന്നുണ്ട്, വൈറ്റ് പോയി കാണും, മലയാളം കോമഡി പടം. അപ്പോൾ സംബഡി വിൽ ബി ദെയർ ടു പുട്ട് ദ വാട്ടർ ഓൺ ദ സീൻ. ഒരു സീനിൽ അങ്ങനെ വെള്ളം ഒഴിച്ചു വരും. വൈറ്റിലെല്ലാം പോകുന്നുണ്ട്. ആണോ? അത് പോലീസ് വന്നിരിക്കുന്നുണ്ടേ. ഓക്കെ, കമ്മിങ് ബാക്ക് ടു ദ ക്ലാസ്. ഇപ്പോൾ തേർഡ് ലെവൽ ഡിജിറ്റൽ പറഞ്ഞാൽ നമുക്ക് ഒരു ഫയർ എഞ്ചിനൊന്നും വേണ്ട, ഈ മഴ വരുന്ന സമയം നമുക്ക് നോക്കേണ്ട. നമുക്ക് ഒരു സീന് സെറ്റപ്പ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഡിജിറ്റലായിട്ട് പാർട്ടിക്കിൾസ് വെച്ചിട്ട് വി ക്യാൻ ക്രിയേറ്റ് റെയിൻ. അതാണ് സംഭവം, വിഷ്വൽ എഫക്ട്സ്. ദെൻ സെക്കൻഡ് വിൽ ബി ഫയർ.
നമുക്കൊരു ഫയർ എഫക്ട്സ് വേണം പറഞ്ഞാൽ അതേപോലെ തന്നെ പണ്ട് റിയലും ഫയർ സ്റ്റെൻറ്റൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാം ദേ ക്രിയേറ്റ് ഡിജിറ്റൽ ഫയർസ് അങ്ങനെ. പിന്നെ ബ്ലാസ്റ്റ് ആ അല്ലേ. അപ്പോൾ മൂന്നാമത് ബ്ലാസ്റ്റ് ഇങ്ങനെ ബോംബ് ബ്ലാസ്റ്റും ഈ വാർ സീനൊക്കെ എടുക്കുന്ന ഒരു സംഭവം. അപ്പോൾ ഇതെല്ലാം പാർട്ടിക്കിൾസ്. നെക്സ്റ്റ് എനി ബാക്ക്ഗ്രൗണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് റെഡിയാക്കണം പറഞ്ഞാൽ അങ്ങനെ നമുക്കൊരു എനി ബാക്ക്ഗ്രൗണ്ട് പാർട്ടിക്കിൾസ് വെച്ച് റെഡിയാക്കാം. പിന്നെ നെക്സ്റ്റ് വിൽ ബി സ്മോക്ക് പുക. ഈ ഇങ്ങനെ പുക വരുന്ന പോലെ ഒരു മേഘമായിട്ട് വരണം, അങ്ങനെ സംഭവം ഇതൊക്കെ നമുക്ക് ചെയ്യാം. അതല്ലാതെ നമുക്കൊരു എൻവിറോൺമെൻറ്റും കൂടി ചെയ്യാം. പാർട്ടിക്കിൾസ് വെച്ചിട്ടേ വി ക്യാൻ ക്രിയേറ്റ് എൻ എൻവിറോൺമെൻറ്റ് നമുക്ക് ഇന്ന് ചെയ്യാം. അപ്പോൾ ഈ പറഞ്ഞ ഒരു റെയിൻ, ഫയർ, പിന്നെ വേറെന്താ, റെയിൻ, ഫയർ, ബോംബ് ബ്ലാസ്റ്റും എനി ബാക്ക്ഗ്രൗണ്ടും പിന്നെ സ്മോക്കും പിന്നെ എൻവിറോൺമെൻറ്റ്, ഇതെല്ലാം നമ്മൾ എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? വൈ വി ആർ ഡൂയിങ്? വാട്ട് ഇസ് ദ റീസൺ? To create a scene. അത്രേ ഉള്ളൂ. To create a scene we make use of the nuke particles. To create a scene we make use of nuke particles. So first we can go for the project setting. Always you can give here 1, അല്ലെങ്കിൽ സിസ്റ്റം ചിലപ്പോൾ ഹാങ് ആവും. Then press yes. So you will be getting the project setting. In this project setting, file size format, check for the file size format. We can go for 1920,1080. ഇത് ഒരു സ്റ്റാൻഡേർഡ് നമുക്കൊരു നല്ല ഒരു ഇതായിട്ട് കിട്ടും. ഒരു സീനല്ലേ, അപ്പോൾ അഭിനയിക്കുന്നവരാണ് മെയിൻ. സീന് ജസ്റ്റ് ബാക്ക് സൈഡ് ഒരു സപ്പോർട്ടാണ്. നമ്മളൊരു സ്റ്റുഡിയോയിൽ പോയിട്ട് ഒരു ഫോട്ടോ എടുക്കുമ്പോൾ അവർ ഒരു സീൻ ഒരു ബാക്ക്ഗ്രൗണ്ട് വെക്കും. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഡിജിറ്റലായിട്ട് കട്ട് ചെയ്തിട്ട് അപ്പോൾ തന്നെ കിട്ടും. സോ നൗ വി ആർ ചേഞ്ച് ദ പ്രോജക്റ്റ് സെറ്റിംഗ് നമ്പർ 1. ഇപ്പം നമുക്ക് ഇവിടെ എന്താ വേണോ? വാട്ട് ഡു യു വാണ്ട് ഹിയർ? നമുക്ക് എന്താ എടുക്കണം? നോഡ് പാർട്ടിക്കിൾസ്. അപ്പോൾ ടാബ് അടിച്ചിട്ട് പ്രസ് ടാബ് ടു ക്രിയേറ്റ് ദ പാർട്ടിക്കിൾസ് നോഡ്. Create the particles. Press tab and we can create the particles. So you can type PART particles. ഇപ്പോൾ പാർട്ടിക്കൽ പറയുമ്പോൾ 1, 2 അല്ല, നമുക്ക് ഇങ്ങനെ ഒരുപാട് പല പാർട്ടിക്കിൾസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഒരു പാർട്ടി പരിപാടി പറഞ്ഞാൽ ഡ്രൈവറിൻ്റെ ഒരു ഗ്രൂപ്പും ബിസിനസ്മാനും ചേച്ചിമാറുകളും പിന്നെ ചെറുപ്പക്കാർ, ഈ പണിക്കാർ എല്ലാം ഈ ഡെക്കറേഷനിൽ അങ്ങനെ കയറി വരും. സോ ഹിയർ വി ക്യാൻ സീ സോ മെനി തിങ്സ് ആർ ദർ. ഇൻ പാർട്ടിക്കിൾസ് വി ഹാവ് സോ മെനി, ഇത്രയും പാർട്ടിക്കിൾസ് ആണ് ഉണ്ട്. Please write all the things. You can write it one by one. Particle attract to sphere. First one, particle attract to sphere. അതൊരു നോഡാണ്. മറ്റേ സ്ക്രിപ്റ്റിംഗ്, അതിൻ്റെ പുറകിൽ ഒരുപാട് സ്ക്രിപ്റ്റിംഗ് ഉണ്ട്. അതനുസരിച്ചിട്ട് അത് കയറി വരും. ദെൻ പാർട്ടിക്കൽ ബ്ലിങ്ക് സ്ക്രിപ്റ്റ്.
ആ വേർഡ് തന്നെ എന്താ പറയുന്നത്? ബ്ലിങ്ക്. ഓക്കെ. നെക്സ്റ്റ് തേർഡ് വിൽ ബി പാർട്ടിക്കൽ ബൗൺസ്. പാർട്ടിക്കൽ ബൗൺസ്. Then next will be particle couch. അല്ലെങ്കിൽ catch. Then next will be the particle color by age. Particle color by age. The next one, particle constrained to sphere. Particle constrained to sphere. The next one, particle curve. Particle curve. We'll see one example and the combination, then only we'll be getting. Next will be particle cylinder flow. Particles cylinder flow. അത് കഴിഞ്ഞിട്ട് particle direction. Put a tick mark or a tick mark ഇട്ടോ. Particle direction will be very useful. നമുക്കൊരു സീൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് യൂസ് ചെയ്യുന്ന ഒരു ആവശ്യം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഈ പാർട്ടിക്കൽ ഡയറക്ഷണൽ ഫോഴ്സ് അതും കൂടി ഒരു ടിക്ക് അടിച്ചു. ദാറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ മഴ അങ്ങനെ പറഞ്ഞാൽ നമുക്ക് പല രീതിയിലുണ്ട്. ഫയർ പറഞ്ഞാൽ പല രീതിയിലുണ്ട്. ഇങ്ങനെ സ്ലോ ആയിട്ട് ഫയർ കത്തിക്കും, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഫയർ കത്തിക്കും. അപ്പോൾ അതിൻ്റെ ഫോഴ്സ് കൺട്രോൾ ചെയ്യുന്നത് മാത്രമല്ല, അതിൻ്റെ ഡയറക്ഷനും കൂടി നമുക്കൊന്ന് കാണിക്കാം. സോ അവസാനം പാർട്ടിക്കൽ ഡയറക്ഷണൽ ഫോഴ്സ്. അത് കഴിഞ്ഞിട്ട് പാർട്ടിക്കൽ ഡിസ്ട്രിബ്യൂട്ട് സ്പിയർ. ഇതെല്ലാം ആവശ്യമാണ്. പ്ലീസ് റൈറ്റ് ഇറ്റ്. പാർട്ടിക്കൽ ഡിസ്ട്രിബ്യൂട്ട് സ്പിയർ. പിന്നെ പാർട്ടിക്കൽ ഡ്രാഗ്. പാർട്ടിക്കൽ ഡ്രാഗ്. പിന്നെ പാർട്ടിക്കൽ ഇമീറ്റർ. EMITTER ഇമീറ്റർ. അതിലൊരു അണ്ടർലൈൻ ഇട്ടോ. അണ്ടർലൈൻ. ദറ്റ് ഈസ് ദ ഫസ്റ്റ് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. ഇതൊരു ബേസിക് ഫണ്ടമെൻ്റൽ. ഇതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്. ഇത് അനുസരിച്ചിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം കയറി വരും. അത് പറഞ്ഞാൽ നമ്മളുടെ ഒരു പാർട്ടി ആ പാർട്ടി തുടങ്ങുന്ന മുൻപ് നമുക്കൊരു ഡേറ്റ് പറയാം. ഡേറ്റ് പറഞ്ഞിട്ട് ഏത് മോളിലാണ് നടക്കുന്നുണ്ട്, എവിടെ നടക്കുന്നത് പറയുന്നില്ലേ. അപ്പോഴെല്ലാം എല്ലാം കയറി വരും. ആ ദിവസം മറ്റേ സമയത്തിലെ അല്ലേ, മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ August 15. അപ്പോൾ August 15 പറഞ്ഞാൽ അതൊരു ദറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഫോർ ദ particles emitter. You are calculating the scene on the first platform. Then particle expression. Please write it, students. Ella important. പിന്നെ പാർട്ടിക്കൽ ഫ്ലോക്ക്. പിന്നെ പാർട്ടിക്കൽ ഫ്യൂസ്. പിന്നെ പാർട്ടിക്കൽ ഗ്രാവിറ്റി. ഒരു അണ്ടർലൈൻ ഒന്ന് ചെയ്തോ. പാർട്ടിക്കൽ ഗ്രാവിറ്റി. പിന്നെ പാർട്ടിക്കൽ ഗ്രിഡ്. ഓക്കെ. പാർട്ടിക്കൽ ഹെലിക്സ് ഫ്ലോ. ഈ ഹെലിക്സ് എവിടെ നമുക്ക് സംഭവിക്കുന്നുണ്ട്? ധോണീൻ്റെ ഒരു ഷോട്ട് ഉണ്ടല്ലോ, അതെന്താ പറയും? ധോണിയുടെ ഷോട്ട്, ക്രിക്കറ്റ് ഷോട്ട്. അപ്പോൾ ഹെലിക്സ് ഈസ് കണക്റ്റിംഗ് ടു ദറ്റ്. ഇങ്ങനെ കറങ്ങിയിട്ട് അതാണ് അതിൻ്റെ ഒരു ഫ്ലോ, ഹെലിക്സ് ഫ്ലോ. പിന്നെ പാർട്ടിക്കൽ ഇൻഫോ. അത് കഴിഞ്ഞിട്ട് പാർട്ടിക്കൽ കിൽ. ഇതെല്ലാം ഓരോരോ വേർഡിൻ്റെ ഓരോരോ ഇതുണ്ട്. പാർട്ടിക്കൽ ലുക്കറ്റ്. പിന്നെ പാർട്ടിക്കൽ മെർജ്. ഒരു അണ്ടർലൈൻ ചെയ്തോ. പാർട്ടിക്കൽ മെർജും കൂടി ഒരു അണ്ടർലൈൻ ചെയ്തോ.
അത് വെറും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. പിന്നെ പാർട്ടിക്കൽ മോഷൻ അലൈൻ, പുട്ട് എ ടിക്ക് മാർക്ക്. പാർട്ടിക്കൽ മോഷൻ അലൈൻ, ഒരു ടിക്ക് മാർക്ക് ഒന്ന് ഹൈലൈറ്റ് ചെയ്തു. പിന്നെ പാർട്ടിക്കൽ പോയിൻ്റ് ഫോഴ്സ്, അത് ഒരു അണ്ടർലൈൻ ചെയ്തു. പാർട്ടിക്കൽ പോയിൻ്റ് ഫോഴ്സ്, അത് ഏത് പോയിന്റിൽ എവിടെയാണ് വരുന്നത് അതൊക്കെ നമുക്കൊന്ന് ഇവിടെ യൂസ് ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞിട്ട് പാർട്ടിക്കൽ പ്രോജക്റ്റ് ഡിസ്പ്ലേ, പാർട്ടിക്കൽ പ്രോജക്റ്റ് ഡിസ്പ്ലേ, then particle project image, പിന്നെ അത് കഴിഞ്ഞിട്ട് പാർട്ടിക്കൽ സെറ്റിങ്സ്, പിന്നെ പാർട്ടിക്കൽ ഷോക്ക് വേവ്. ഈ ഷോക്ക് വേവ് പറഞ്ഞായിരുന്ന വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ഷോക്ക് വേവ്? അത് ഒരു SW ഫയൽ, ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കിട്ടും. വീഡിയോ വി ക്യാൻ ബ്രിങ് ദ വീഡിയോസ് ആൻഡ് കൺവേർട്ട് ഇൻ ടു എ പാർട്ടിക്കിൾസ്. പിന്നെ പാർട്ടിക്കൽ സ്പൗൺ, പാർട്ടിക്കൽ സ്പീഡ് ലിമിറ്റ്, പാർട്ടിക്കൽ ടു ജിയോ, പിന്നെ പാർട്ടിക്കൽ ടർബുലൻസ്. ഇത് വെരി 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 ഇമ്പോർട്ടൻറ്റ്, അത് ഒരു അണ്ടർലൈൻ ചെയ്തു. ടർബുലൻസ്. പിന്നെ പാർട്ടിക്കൽ വോർട്ടെക്സ്. പിന്നെ ലാസ്റ്റ് എന്താണ്? അവസാനം അത് കഴിഞ്ഞിട്ട് താഴെ ഒന്നുമില്ല. പാർട്ടിക്കൽ വിൻഡ്, പുട്ട് എ ടിക്ക് മാർക്ക് വിൻഡിന് ഒരു. അപ്പോൾ ഇതെല്ലാം പാർട്ടിക്കലിൻ്റെ ഒരു ഇത്ര കാര്യങ്ങളുണ്ട്. നൗ ഓൺലി വി ആർ ഗോയിങ് ടു ക്രിയേറ്റ് ദ സീൻ. അപ്പോൾ വാട്ട് ഇസ് ദ മീനിങ് ഓഫ് സീൻ? ഒരു സീന് പറഞ്ഞാൽ എന്താ? പാർട്ട് ഓഫ് ദ ഓക്കെ. പിന്നെ പാർട്ട് ഓഫ് ദ അല്ല, സീക്വൻസ്. പാർട്ട് ഓഫ് ദ സീക്വൻസ്. അപ്പോൾ വാട്ട് ആർ ദ എലിമെൻറ്റ്സ് ഇൻ എ സീൻ? സീൻ മീൻസ് പാർട്ട് ഓഫ് എ സീക്വൻസ്. ഒരു സീൻ പറഞ്ഞാൽ അതൊരു സീക്വൻസിൻ്റെ ഒരു പകുതിയാണ്. അപ്പോൾ സീനിൻ്റെ എലിമെൻറ്റ്സ് 1 2 3 4 5. സീനിൻ്റെ ഒരു 1 2 3 4 5 സീൻ എലിമെൻറ്റ്സ് 1 2 3 4 5. നമ്പർ 1 എന്താ? ഒരു സീനിൻ്റെ ഫസ്റ്റ് സംഭവം എന്താണ്? ഒരു സീനിൻ്റെ ഫസ്റ്റ് മേജറായിട്ടുള്ള ഒരു എന്താണ് നമുക്ക് വേണം ആവശ്യം? ക്യാമറ ആംഗിൾ. ക്യാമറ ബ്രാക്കറ്റിലെ ആംഗിൾ. ഇറ്റ് ക്യാൻ ബി ടോപ്പ് ആംഗിൾ, ഫ്രണ്ട് ആംഗിൾ, സൈഡ് ആംഗിൾ, എനിവെയർ. ഒരു ക്യാമറ വേണം. അപ്പോൾ ന്യൂക്കിൽ നമുക്ക് എന്താ എടുക്കണം? ഒരു ക്യാമറ എടുക്കണം. ന്യൂക്കിൽ ഐ എം ടോക്കിംഗ് അബൌട്ട് ന്യൂക്ക്. അപ്പോൾ സീൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? യു ഷുഡ് ഹാവ് 1 ക്യാമറ. അപ്പോൾ സെക്കൻഡ് ഇപ്പോഴാണ് ബാക്ക്ഗ്രൗണ്ട്. പ്ലീസ് റൈറ്റ് ഇറ്റ് ഡൗൺ. സെക്കൻഡ് വിൽ ബി ദ ബാക്ക്ഗ്രൗണ്ട്. Third will be the environment. Next will be the particle emit. The next will be the particle turbulence. turbulence. Put on arrow mark. ഒരു arrow mark അല്ല, from the middle ഇവിടെ നിന്ന് ഒരു arrow mark ഒന്ന് just down. Now you can write scene.
Now you can write the scene. அது ப்ராக்கெட்டில் you can write environment. 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 So first what you have to take here? Camera. First this will be the number 4. Put a tick mark for number 4. അപ്പോൾ എന്താ എടുക്കണം? ഫസ്റ്റ് ഇവിടെ നമുക്ക് ന്യൂക്ലിയർ So when you take this one, ഈ emit എന്താണ്, ഈ merge എന്താണ്, ഈ particles എന്താണ്, ഈ particles താഴെ ഉണ്ടല്ലോ, അതുപോലെ നമുക്ക് കുറേ ഇങ്ങനെ മറ്റേ ആഡ് ചെയ്യാം. We can add more particles. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് more particles ആഡ് ചെയ്യാം? Because it is a group of activity. It is a group of activity. Now you can write this one. ഇങ്ങനെ ഒരു ബോക്സ് വരച്ചിട്ടേ അതിൻ്റെ മുകളിൽ ഒരു ഏറോ മാർക്ക് എമിറ്റ്, അതിൻ്റെ തൊട്ടപ്പുറത്ത് മെർജ്, അതിൻ്റെ തൊട്ടപ്പുറത്ത് പാർട്ടിക്കൽ. അപ്പോൾ 3 ഏറോ മാർക്കുണ്ട്. ഈ ലെഫ്റ്റ് സൈഡിലുള്ളത് പാർട്ടിക്കൽ, മിഡിലുള്ളത് എമിറ്റ്, റൈറ്റ് സൈഡിലുള്ളത് മെർജ്, താഴെ ഉള്ളത് ഒരു ഏറോ മാർക്ക്. നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആണ് ഇത്. നമ്മൾ തന്നെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. Now you can write particle emitter property. ഈ പ്രോപ്പർട്ടീസ് അറിയാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ എൻ്റേത് ഐഫോൺ, എൻ്റേത് അതൊക്കെ കയ്യിലുണ്ടല്ലോ. അപ്പോൾ ഇത് ആൻഡ്രോയിഡ്. സോ ദർ ആർ സോ മെനി ഡിഫറെൻറ്റ് സെറ്റിങ്സ്. അപ്പോൾ ഐഫോണിലെ സ്ക്രീൻഷോട്ട് എങ്ങനെയാണ്? അത് ഇങ്ങനെ വരില്ല. വൈ? അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് കാണും അതിൻ്റെ സെറ്റിങ്സ് മാറിക്കിടക്കുന്നത്. ഹൗ യു ആർ ഗോയിങ് ടു ഗെറ്റ് ദ ഔട്ട്പുട്ട്. അപ്പോൾ സ്ക്രീൻഷോട്ട് രണ്ടും സെയിം അല്ലേ ഔട്ട്പുട്ട്? അക്ഷയ എടുത്താലും ഔട്ട്പുട്ട് എന്താ കിട്ടുന്നത്? സ്ക്രീൻഷോട്ട്. ഞാൻ എടുത്താലും സ്ക്രീൻഷോട്ട്. പക്ഷേ അതിൻ്റെ പ്രോസസ്സ് സെറ്റിങ് വേറെ. അതുപോലെ ഇവിടെ ഓരോരോ കാര്യങ്ങൾ നമുക്ക് സെറ്റിംഗ് ആയിട്ട് നോക്കണം, ഇതിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കണം. അപ്പോൾ ഫസ്റ്റ് ഡബിൾ ക്ലിക്ക് പാർട്ടിക്കൽ എമിറ്റർ. അപ്പോൾ ഇവിടെ എന്താ? വിൽ സി ദിസ് വൺ. സോ ഫസ്റ്റ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, നമുക്ക് ഒരു ഓട്ടോമാറ്റിക് കാറും ഈ ഗിയർ കാറും അങ്ങനെ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ഒരു ദിവസം ഞാൻ കൊണ്ടുവരാം. ഐ ബ്രിങ്. നമുക്ക് തൃശ്ശൂർ പോവാം, സെലിബ്രിറ്റി ഹിറ്റേ നമ്മൾ പോവാം. അവിടെ പോയിട്ട് കുറേ നല്ല ലൊക്കേഷനുണ്ട്, ബീച്ചുകളിലും. I'll bring camera also. Okay, please write it down students. ഈ പ്രോപ്പർട്ടിയിലെ ഫസ്റ്റ് നമുക്ക് നോക്കുന്നത് ഡിസ്പ്ലേ. പ്ലീസ് റൈറ്റ് ഇറ്റ് ഡൗൺ. ഓക്കെ, ഡിസ്പ്ലേ അതിൻ്റെ ഉള്ളിൽ ഡീഫോൾട്ടായിട്ട് വിൽ ബി അൺചേഞ്ച്ഡ്. അപ്പോൾ വാട്ട് ആർ ദ ഓപ്ഷൻസ്? ഓഫ്, പെട്ടെന്നൊന്ന് എഴുതിക്കും, ഓഫ്. അത് കഴിഞ്ഞിട്ട് വയർ ഫ്രെയിം, പിന്നെ സോളിഡ്, പിന്നെ സോളിഡ് പ്ലസ് വയർ ഫ്രെയിം, പിന്നെ ടെക്സ്ചർ, അത് കഴിഞ്ഞിട്ട് ടെക്സ്ചേർഡ് പ്ലസ് വയർ ഫ്രെയിം, പിന്നെ അൺചേഞ്ച്. അപ്പോൾ റെൻഡർ നെക്സ്റ്റ് വിൽ ബി ദ റെൻഡർ. ഫസ്റ്റ് ഡിസ്പ്ലേ, സെക്കൻഡ് റെൻഡർ. ഓക്കെ, ഈ റെൻഡറിൽ നമുക്ക് നോക്കാം. അതേപോലെ തന്നെ സെയിം, ബോത്ത് ആർ സെയിം. അപ്പോൾ ഡിസ്പ്ലേയിൽ എന്താ വരുന്നോ അത് നിങ്ങൾക്ക് റെൻഡറായിട്ട് കിട്ടണം, അത്രേ ഉള്ളൂ. ഇതിൻ്റെ ഫസ്റ്റ് പോയിൻറ്റ്, വാട്ട് എവർ യു ആർ സെറ്റിംഗ് ഇൻ ദ ഡിസ്പ്ലേ അതെല്ലാം നമുക്ക് റെൻഡറായിട്ട് കിട്ടും. ഓക്കെ, സോ ബോത്ത് ആർ സെയിം. അപ്പോൾ ഇനി താഴെ വേറെ ഒരു കുറേ സംഭവങ്ങളുണ്ട്. വി ഹാവ് സ്റ്റാർട്ട് അറ്റ്. ஹலோ வணக்கம்மா. என்னம்மா சொன்னாங்க அந்த பசங்க?
அப்படியா? நீங்கள் எல்லாம் ரெடி பண்ணிட்டேன். இல்லைம்மா, நான் வந்துட்டு அந்த பசங்க வரலன்னா பிரச்சனை ஆகிடும். ஏன்னா நான் ஒரு 10,000 செலவு பண்ணி வரேன் பெட்ரோல் போட்டுன்னு காரில். அந்த கன்ஃபார்ம் பண்ணால் தான் நான் வர முடியும். ஃபஸ்ட்டு இவங்க என்னன்றாங்க, வந்து கூட்டின்னு வந்துட்டு நாங்கள் வேணான்ட்டா நீங்கள் கோச்சிக்கூடாது, ஃபஸ்ட்டு ஃபோட்டோ பார்க்கணுன்றாங்க. என்ன ஃபோட்டோ தர மாட்டாங்களாம்மா? உண்மையிலே அந்த ஃபோட்டோ பார்த்து ஓகே சொல்லிட்டாங்கன்னா டெய்லி நம்ம ஒரு ஒரு 30,000 40,000 இருக்குமா? என்னை நம்புமா, உன் சாப்பாடு நான் சாப்பிட்ருக்குறேன், நீ போட்ட சாப்பாடு நான் சாப்பிட்ருக்குறேன். சரி சரி, நான் ஒரு 1:30 மணிக்கு கூப்பிட்றேம்மா, நான் இப்போ கிளாஸில் இருக்கிறேம்மா. So we'll continue, students. Continue. Okay, so next point, celebrity. Next point, velocity. Please write it down. Velocity. ഈ സെറ്റിങ്ങിൽ നമുക്ക് ആദ്യം നോക്കുന്നത് മെയിനായിട്ട് നമുക്ക് നോക്കാം. എല്ലാം നമുക്ക് ആവശ്യമില്ല. വിൽ ഗോ ഫോർ വെലോസിറ്റി. വെലോസിറ്റീൻ്റെ റേഞ്ച് നമുക്ക് ആദ്യം പഠിക്കണം. അപ്പോൾ ഞാനൊരു സംശയം ചോദിക്കാം. 1 സെക്കൻഡ്. ഈ പാർട്ടിക്കിൾസ് നമ്മൾ എവിടെ നിന്ന് കിട്ടും? പാർട്ടിക്കിൾസ് നമ്മൾ ഇവിടെ എന്താ സെറ്റപ്പ് ചെയ്യണം നമുക്ക്? PNG file. Please write it down. Any PNG file can be converted into a particle. Any PNG file we can convert into a particle. അപ്പോൾ നമ്മളുടെ സീൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? സീൻ ബ്രാക്കറ്റിൽ എന്താ എഴുതിയിട്ടുണ്ട്? അപ്പോൾ എൻവയോൺമെൻറ്റിൽ നമുക്ക് ഒരു PNG ആയിട്ട് എന്താ എടുക്കാം? So PNG will be supporting. I like this one. അല്ല, ഇങ്ങനെ കുറേ ഞാൻ സ്കൂൾ പഠിക്കുമ്പോൾ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ അതെടുത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ അതിങ്ങനെ ഉള്ളിൽ ഇത്. So select any PNG file. Select any PNG file. Bring to the project file. ഇപ്പം നമ്മൾ എന്താ കാണുന്നത്? സ്ക്രീനിൽ എന്താ കാണുന്നത്? ഇതൊരു ജസ്റ്റ് ഒരു PNG ഫയൽ. ഓക്കെ, അപ്പോൾ ഇത് I am going to bring it to the project file. അപ്പോൾ we go to the ജോ വിൽസൺ. ഈ ന്യൂക്കിൻ്റെ ഒരു ബാച്ചിൽ നമുക്കിവിടെ ഒരു പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ സീൻ എൻവിറോൺമെൻറ്റ്. ഓക്കെ, ഇപ്പോൾ ഐഡിയ കിട്ടുന്നുണ്ടോ? അതല്ലാതെ ഞാൻ ഡയറക്റ്റ് ഇവിടെ ഇങ്ങനെ സംഭവിച്ചാൽ ഇതെന്താ ചെയ്യുന്നത് അങ്ങനെ ഒരു ഇതോ. അപ്പോൾ ഒരു വേർഡ് വെച്ച് ആ വേർഡിൻ്റെ എക്സ്പ്ലനേഷൻ, റിയൽ ടൈം എക്സാമ്പിൾ, പിന്നെ ക്യാമറ, പിന്നെ എലിമെൻറ്റ്സ്, കാര്യങ്ങൾ അങ്ങനെ വരുമ്പോൾ ഇറ്റ്സ് വെരി ഈസി ഫോർ യു ടു അണ്ടർസ്റ്റാൻഡ്. സോ ഐ ഹാവ് വൺ PNG ഫയൽ. ഓക്കെ, പിന്നെ വി ഗോ ഫോർ വൺ ബാക്ക്ഗ്രൗണ്ട്. പുട്ട് എ ടിക്ക് മാർക്ക് ടു ദ ബാക്ക്ഗ്രൗണ്ട്.
ഒരു ടിക്ക് മാർക്ക് അടിച്ചോ ബാക്ക്ഗ്രൗണ്ടിൽ. സോ ഐ ഗോ ഫോർ എ ബാക്ക്ഗ്രൗണ്ട് ഹിയർ. എന്താ വേണം ബാക്ക്ഗ്രൗണ്ട്? നമുക്കൊരു ഗാർഡൻ എടുക്കാം. ഗാർഡൻ അല്ല ഫോറസ്റ്റ് ആയിട്ട് വേണം. ഫോറസ്റ്റ് വിൽ ബി മോർ ചാലഞ്ചിങ്. ഫോറസ്റ്റ് ഇത് സാധാരണ നമുക്ക് ഇത് മതി. ഏതാ? JPEG മതി. സോ ടേക്ക് എനി ബാക്ക്ഗ്രൗണ്ട്. So I'll go to the Pixabay. Pixabay നമുക്ക് നന്നായിട്ട് കിട്ടും. So this is how you plan, okay? ഇത് ഓക്കെ. ഏകദേശം നമുക്ക് ലോങ് ഡിസ്റ്റൻസിൽ കൂടി അങ്ങനെ ഒരു സംഭവങ്ങളുണ്ട്. കണ്ട? ഇസ് ഇറ്റ് ക്ലിയർ ഹിയർ? യു ക്യാൻ സീ. അപ്പോൾ ഒന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ സൈസ് എന്താണ്? വാട്ട് ഇസ് ദ സൈസ് ഓഫ് ദ ഫയൽ? 920 Okay, bring to the project file. Please write it down, students. Second, bring a background JPEG. So as usual I am going to make it a float. അപ്പോൾ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈസിയായിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ ഒരു ഇതുണ്ട്. ബാക്കി മറ്റു നമുക്ക് വേണ്ട. ഇത് നമ്മളുടെ വർക്ക് ഫ്ലോൻ്റെ ഒരു ഇതാണ്. അപ്പോൾ നമുക്ക് ഈസിയായിട്ട് നമുക്ക് കിട്ടും. സോ നോഡ് ക്യാൻ ബി ബിഗർ. നമ്മളുടെ വ്യൂ ഇങ്ങനെ ചെറുതായിട്ട് വന്നെങ്കിൽ കുഴപ്പമില്ല. ഇത് മതി. ഓക്കെ. So now what we have to bring it here, students? നമുക്ക് എന്താ ഇവിടെ കൊണ്ടുവരണം? PNG background. Yes, please write it down. Bring the PNG and background to the viewer. നമ്മളുടെ വ്യൂവറിലെ ഈ PNGയും മറ്റേ JPEGും കൊണ്ടുവരണം. അപ്പോൾ വാട്ട് ഇസ് ദ കമാൻഡ് അക്ഷയ്? ടാബ് ഓക്കെ. പക്ഷേ വാട്ട് ഇസ് ദ നോഡ്? എന്താണ് നോഡ്? ഞാനിങ്ങനെ ഒരു ലൈൻ എഴുതി, അതെങ്ങനെ ഞാൻ വായിക്കും? അതെന്താ പറയും? നമ്മളുടെ സെൻറ്റൻസ് വായിക്കുന്ന എന്താ പറയും ഇംഗ്ലീഷിലെ? റീഡ്. അപ്പോൾ റീഡ് കമാൻഡ് നമുക്ക് ഇവിടെ കൊടുക്കും. 6 കൊടുത്താലേ റീഡ്. ഇതെല്ലാം ബേസിക്. സോ വി ഗോ ഫോർ വൺ സ്റ്റെപ്പ്. നമുക്ക് ഇവിടെ നോക്കാം. എവിടെ ഉണ്ട്? സീൻ എൻവയോൺമെൻറ്റ്. ഇതിൽ ഫസ്റ്റ് നമ്മൾക്ക് വേണ്ടിയത് ബാക്ക്ഗ്രൗണ്ട്. സോ ഓപ്പൺ. ഇവിടെ ഒന്ന് കണ്ട. സോ ഐ എം ഗോയിങ് ടു ഗീവ് 1 ഹിയർ. ഇസ് ഇറ്റ് ക്ലിയർ? പിന്നെ സെക്കൻഡ് റീഡ് എന്താണ്? സെക്കൻഡ് റീഡ് നമുക്ക് എന്താ വേണം? ബുഷ്. അപ്പോൾ ഇത് സെക്കൻഡ് ടൈം 6 കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബുഷ്. ഈ ബുഷ് പറഞ്ഞാൽ ന്യൂക്ലിയർ എങ്ങനെ കയറും? ന്യൂക്ലിയർ എങ്ങനെ കയറും? അത് ഇത് PNG ഫയൽ ബുഷ്. പക്ഷേ ന്യൂക്ലിയർ കയറുമ്പോൾ എങ്ങനെ കയറ്റാം? അത് ഹൗ യു ആർ ഗോയിങ് ടു ബ്രിങ് ഇറ്റ്? ഈ ക്ലാസ്സിൻ്റെ ടോപ്പിക് എന്താണ്? പാർട്ടിക്കിൾസ്. അപ്പോൾ ഇത് എന്ത് എറർ കാണിക്കുന്നു? അപ്പോൾ വേറെ ഫയൽ എടുക്കാം നമുക്ക്.
സോ വിൽ ടേക്ക് അനദർ വൺ ബുഷ്. ഇതെന്തോ സപ്പോർട്ട് ആവുന്നില്ല. വിൽ ഗോ ഫോർ അനദർ വൺ. ഇതെടുക്കാം നമുക്ക്. വിൽ സി. So I'm going to use the Photoshop. ഫോട്ടോഷോപ്പിൽ നമുക്കൊന്ന് എഡിറ്റിംഗ് ചെയ്ത് നോക്കാം. അത് ഫോട്ടോഷോപ്പിൽ ഓപ്പൺ ആയി കഴിഞ്ഞാൽ എവിടെയും ഓപ്പൺ ആവും. If any error in PNG file, particle node, if any error PNG file, particle node, open with Photoshop. Open with Photoshop. Resize the file size of PNG file. Resize the file size of PNG file. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രോജക്റ്റ് എല്ലാം ഒരു സെയിം റെസൊല്യൂഷൻ ഫയലിൽ ഉണ്ടെങ്കിൽ മാത്രം ചിലപ്പോൾ അത് സപ്പോർട്ട് ആവില്ല. ഇങ്ങനെ എറർ കാണിക്കും. എന്നിട്ട് പറഞ്ഞാൽ നമ്മളുടെ ഒരു പരിപാടിയിൽ നമ്മൾ വിളിക്കാതെ ആൾക്കാർ കയറി വന്നാൽ നമ്മൾ എന്താ പറയും? ഒരു ഫങ്ഷൻ അവിടെ വേറെ സംഭവങ്ങൾ പുറകിൽ നിന്ന് ഒരു ആന്ധ്ര പാർട്ടി ഉള്ളിൽ വന്നു. അപ്പോൾ നമ്മൾ എന്താ പറയും? നമുക്കൊരു ഇങ്ങനെ ഒരു നോക്കും, ഒരു ഡിസ്റ്റർബൻസ് പോലെ. അതാണ് ഇവിടുത്തെ എറർ. കണ്ട, ഇറ്റ് ഈസ് നോട്ട് സപ്പോർട്ടഡ്. എററുണ്ട്. അപ്പോൾ വിൽ ഗോ ഫോർ അനദർ വൺ ഐഡിയ. നമുക്ക് ഓപ്പൺ വിത്ത് പെയിൻറ്റും കൂടി നോക്കാം. പെയിൻറ്റിൽ ഓപ്പണായി. ഓക്കെ, ഇവിടെ പെയിൻറ്റിൽ ഓപ്പണായി. ഫയൽ സേവ് ആസ് PNG. ഇവിടെ ബുഷ് 1. അപ്പോൾ ഇത്ര കാര്യം നമുക്ക് ശ്രദ്ധിക്കണം. നമുക്കൊരു ഫയൽ എററായി കഴിഞ്ഞാലേ നമുക്കൊന്ന് പെയിൻറ്റിലൊന്ന് ഓപ്പൺ ചെയ്തിട്ടും കൂടി ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് ഓപ്പൺ ആവും. സി നൗ ഐ എം ഗോയിങ് ടു ഓപ്പൺ ദിസ് 1 ഇൻ ഫോട്ടോഷോപ്പ്. നമുക്ക് നോക്കാമല്ലോ. കിട്ടി. So you can go to the quick selection, your select subject. അതൊന്ന് കൊണ്ടുപോകാം, ഞാനൊന്ന് പഠിപ്പിക്കാം. ഡിജിറ്റൽ പെയിൻറ്റിങ്. അത് എത്ര വില വരുന്നുണ്ട്? എന്തോ വാക്വം പാഡ്, ബാംബോ. File save as. I am going to convert this into the PNG. I am going to overwrite. ഇതിൻ്റെ മുകളിൽ ഞാൻ ഓവർറൈറ്റ് ചെയ്യാം. അപ്പോൾ എസ് കൊടുത്ത് കഴിഞ്ഞാലേ ഇപ്പോൾ നമുക്ക് ന്യൂക്ലിയ കിട്ടും. ഇത് കളയാം. So I am going to read the second file, students. ഇപ്പോൾ ഒന്ന് കണ്ട. സോ ഇത് എവിടെ കണക്റ്റ് ആവണം? വെരി ഗുഡ്. ഇത് നമ്മളുടെ പാർട്ടികളായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നുണ്ട്. ഇപ്പോൾ ഇത് പാർട്ടികളിൽ ഇവിടെ കൊണ്ടുവന്ന് വെച്ചു.
Now what we have to create? ഒരു എൻവയോൺമെൻറ്റ് വന്ന് ഒരു എലിമെൻറ്റും കൂടെ വന്ന് ഇവിടെ ഒരു പാർട്ടിക്കൽ എമിറ്റ് വന്ന് ഇവിടെ ഒരു വ്യൂ വന്നു. അപ്പോൾ നമുക്ക് ഇവിടെ എന്താ സെറ്റപ്പ് ചെയ്യണം? വാട്ട് ഇസ് ദ നെക്സ്റ്റ്? വാട്ട് ഇസ് ദ നെക്സ്റ്റ്? എന്തോ പാർട്ടികളാ? So we have to bring a merge node. Merge എന്താണ്? Bring a merge node. Press tab. Merge. എന്താ പറഞ്ഞു? ഓക്കെ. നോ വൺ മോർ തിങ്, ദിസ് എമിറ്റ് ഉണ്ടല്ലോ, എമിറ്റ്. ഈ എമിറ്റ് നമുക്ക് എവിടെ കണക്ട് ചെയ്യാം? കഴിഞ്ഞ ക്ലാസ്സിൻ്റെ മെയിൻ ടോപ്പിക് എന്താ ഉണ്ടായിരുന്നു? ലാസ്റ്റ് ക്ലാസ് വെള്ളിയാഴ്ച എന്താ മെയിൻ നമ്മൾ റെഡിയാക്കിയത് ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു കാർഡല്ല റെഡിയാക്കിയത്, കാർഡ്. സോ നൗ ഗോ ആൻഡ് ക്രിയേറ്റ് എ ടാബ് കാർഡ്. യെസ്. Now go to the properties and try to understand. Then create one more particle turbo. അപ്പോൾ എനിക്കൊരു ഡൗട്ട്. അതെ, ഈ ഗ്രാസ് ഉണ്ടല്ലോ, ഗ്രാസ്, ഈ പുല്ല്, അത് ശരിക്കും എവിടെ ഉണ്ടാവും മോനെ? നമ്മൾ റിയലായിട്ട് ഒരു സ്ഥലം എൻവയോൺമെൻറ്റ് പോയി, ഒരു ലൊക്കേഷന് പോയി, അപ്പോൾ ആ ബുഷസ് എവിടെ ഉണ്ടാവും? അത് ഓക്കെ, കറക്റ്റ്. അപ്പോൾ അത് എന്താ പറയും? അതെന്താണ്? ലാൻഡ്. അത് വേറെ ഒരു വേർഡ് ഉണ്ടോ? ജിയിൽ തുടങ്ങുന്ന ഒരു വേർഡ് ഉണ്ടോ? ലാൻഡ് എല്ലാണ് ആൽഫബറ്റ്. അതല്ലാതെ ജിയിൽ എന്താ പറഞ്ഞ നമുക്ക്? ഗ്രൗണ്ട് ലൈൻ. പ്ലീസ് റൈറ്റ് ഇറ്റ് ഡൗൺ. സ്കാനർ. അപ്പോൾ നമുക്ക് ഗ്രൗണ്ട് അല്ലാതെ നമുക്ക് ഈ ചെടി അവിടെ ഇടാൻ പറ്റുമോ? ശരിക്കും ഇങ്ങനെ ഗ്രൗണ്ട് അല്ലാതെ നമുക്കൊരു അവിടെ ചെടി അവിടെ ഇടാൻ പറ്റുമോ? അപ്പോൾ ന്യൂക്ലിയർ എങ്ങനെ ചെയ്യാം? അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വി ആർ ക്രിയേറ്റിംഗ് വൺ സീൻ അല്ലേ? അപ്പോൾ ഇത് എവിടെ വരണം? ഇറ്റ് ഷുഡ് ബി ഓൺ ദ ഗ്രൗണ്ട്. കറക്റ്റാ. അപ്പോൾ ഈ ഗ്രൗണ്ട് പറഞ്ഞ സംഭവം എന്താ പറഞ്ഞാൽ, റൈറ്റ് ക്ലിക്ക് ദ PNG ഫയൽ. ഓക്കെ. നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന പറഞ്ഞാൽ ഒരു 3D സീനാണ് നമ്മൾ റെഡിയാക്കുന്നത്. അപ്പോൾ ഗോ ടു ദ 3D
3D അതിൻ്റെ ഉള്ളിൽ രണ്ടുണ്ട്. 3D 3D ക്ലാസിക്സ്. ഗോ ടു 3D ഒരു പ്രാവശ്യം. പിന്നെ ക്രിയേറ്റ് 3D പോയിട്ട് അവിടെ ക്രിയേറ്റ്. ഈ ക്രിയേറ്റിൽ നമ്മൾ എന്താ വേണം, വാട്ട് വി വാണ്ട്. താഴെ നമുക്ക് വരുമ്പോൾ ഇവിടെ കണ്ട സ്കാനർ ലൈൻ റെൻഡർ, സ്കാൻ ലൈൻ റെൻഡർ. അപ്പോൾ ഈ സ്കാൻ ലൈൻ റെൻഡർ ഒന്ന് ബോക്സ് വരച്ചോ സ്റ്റുഡൻസ്. സ്കാൻ ലൈൻ റെൻഡർ അതൊരു ബോക്സ് ഇങ്ങനെ വരച്ചോ. അതിൽ ഫസ്റ്റ് വിൽ ബി ക്യാമറ, ഫസ്റ്റ് വൺ വിൽ ബി ക്യാമറ. ക്യാം പറഞ്ഞാൽ ഷോർട്ട് കട്ട് ക്യാമറ അല്ലേ. അപ്പോൾ പിന്നെ നെക്സ്റ്റ് മിഡിൽ, ഈ മിഡിൽ ഏറോ ഉണ്ടല്ലോ അത് ഓബ്ജക്റ്റ് അല്ലെങ്കിൽ സീൻ. കണ്ട, ദേ ആർ ഗിവിങ് വൺ ടിപ്സ് ഹിയർ. ഓബ്ജക്റ്റ് ഫസ്റ്റ് ഇത് ക്യാമറ, സെക്കൻഡ് വിൽ ബി ദ മിഡിൽ വൺ ഓബ്ജക്റ്റ് സ്ലാഷ് സീൻ. പിന്നെ റൈറ്റ് സൈഡ് വിൽ ബി ദ ബാക്ക്ഗ്രൗണ്ട്, റൈറ്റ് സൈഡ് വിൽ ബി ദ ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ എന്താ വേണം, ഇതെന്താ സോ നോ അഗൈൻ പ്രസ് വൺ മോർ ടാബ്. ക്യാമറ ട്രാക്കർ 3D അല്ലെങ്കിൽ ക്യാമറ 3D. ഇവിടെ ട്രാക്കിങ്ങിൻ്റെ ആവശ്യമില്ല, നമുക്ക് വെറുതെ ഒരു ക്യാമറ വെച്ചാൽ മതി. ക്യാമറ അല്ലാതെ നമുക്ക് കാണാൻ പറ്റുമോ, അതാണ് ഇവിടെ കാണിക്കുന്നില്ല. സോ വി ഹാവ് ടു ബ്രിങ് ദ ക്യാമറ. ഇപ്പോൾ കണ്ട. സോ നൗ യു ആർ പ്ലാനിങ് ഒരു ബാക്ക്ഗ്രൗണ്ട്, ഒരു ചെടി. ആ ചെടി എവിടെ സംഭവിക്കും പറഞ്ഞ ഒരു ഗ്രൗണ്ട് ലൈൻ, അതാണ് സ്കാനർ ലൈൻ റെൻഡർ. സ്കാൻ ലൈൻ റെൻഡർ ഒരു പ്ലാറ്റ്ഫോം പോലെ. അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പാർട്ടിക്കുലേഴ്സ് എന്താ സംഭവം വരും, വി ഹാവ് ദ സോ മെനി ബുഷസ് വരും. പിന്നെ ഒരു സീൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ നമുക്കൊരു ക്യാമറ വേണം. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക് ക്യാമറ പറഞ്ഞപ്പോൾ തന്നെ ഇത് ഇവിടെ കണക്റ്റായി. So by pressing tab you can see the camera. So I am going to bring the camera back side. I am going to remove the view. So by pressing alt and right click, by pressing alt and right click നമുക്ക് എന്താ ചെയ്യാം, what we can do, we can rotate and check all the directions. അതുമാത്രമല്ല നമുക്ക് ക്യാമറ കുറച്ചും കൂടി ഇങ്ങനെ ബാക്കിൽ കൊണ്ടുവരാം. So these are all the main before you want to create any scene. അപ്പോൾ ഇത് പാർട്ട് 1. അപ്പോൾ ഇത് എങ്ങനെ തുടങ്ങിയിട്ടുണ്ട് പറഞ്ഞാൽ നമുക്ക് വെറുതെ ഒരു പേര് ഒരു പാർട്ടികൾ വെച്ചിട്ട് റിയൽ ടൈം എക്സാമ്പിൾ പാർട്ടീൻ്റെ ഒരുപാട് പരിപാടി ഉണ്ടാവും ഗ്രൂപ്പായിട്ട്. അപ്പോൾ സിനിമയിൽ നമുക്ക് എലിമെൻറ്റ്സ് വേണം. പണ്ട് ലൈവായിട്ട് ചെയ്തു, ഡിജിറ്റലായിട്ട് ഇങ്ങനെ എല്ലാം ചെയ്തു. അപ്പോൾ അതിൻ്റെ നോഡ് കാര്യങ്ങളെല്ലാം ഇങ്ങനെ നമുക്ക് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നാളത്തെ ക്ലാസ് നമുക്ക് ഇതെല്ലാം ഒന്ന് കണക്ട് ചെയ്തിട്ട് ഒരു എങ്ങനെ ശരിക്കും ഇവിടെ എങ്ങനെ കൊണ്ടുവരാം അത് നമ്മളൊന്ന് പ്ലാൻ ചെയ്ത് എടുക്കാം കേട്ടോ. സോ ദിസ് ഈസ് ഹൗ യു ഹാവ് ടു പ്ലാൻ. അപ്പോൾ ഈ ക്യാമറ അല്ലാതെ നമുക്കൊന്നും കാണാൻ പറ്റില്ല. ഓക്കെ. സോ യു ഷുഡ് ബി വെരി വെരി കെയർഫുൾ. ഇത് കണ്ട, ഇതാണ് സീനിൽ പോകും. സോ വി ഹാവ് ടു ക്രിയേറ്റ് എ സീൻ നൗ.
പിന്നെ ഈ എമിറ്റ് നമുക്ക് കണക്ട് ചെയ്യണം, പിന്നെ മെർജിൽ പോകും, അങ്ങനെ ഒരുപാട് നമുക്ക് അവിടെ പോകുമ്പോൾ ദിസ് എവറിത്തിങ് വിൽ ബി കണക്റ്റഡ്. ഫസ്റ്റ് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദ സ്കാൻ ലൈൻ റെൻഡർ. ഓക്കെ, എന്താ അക്ഷയ് നല്ല മോനല്ലേ, എന്താ ഇങ്ങനെ ചെയ്യുന്നത്? Okay, I'll take a screenshot, students. I am going very slowly because namla we are learning the basic things. Eta റോബിൻ്റെ നോട്ടാണോ? അപ്പോൾ ഇവൻ്റെ നോട്ടാണ് റോബിൻ യൂസ് ചെയ്തത്, അങ്ങനെയായിരിക്കും. So I'll share the screenshot. Okay, I'll share in the WhatsApp group. Students ഒന്ന് പ്രാക്ടീസ് ചെയ്തോ. ചിലപ്പോൾ ഇത് ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഈസി, എനിക്കറിയാം, പക്ഷേ അവിടെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഡൗട്ട്സൊക്കെ വരും. അതുകൊണ്ട് നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് പ്രാക്ടീസ് ചെയ്തോ കേട്ടോ. ഋഷി താങ്ക് യു, നിവേദിത താങ്ക് യു, അഭിജിത്ത് താങ്ക് യു, ഗ്രീഷ്മ താങ്ക് യു. ഓക്കെ, താങ്ക് യു സ്റ്റുഡൻസ്, ബൈ. അല്ല, ഋഷി ഉണ്ട്. അക്ഷയ് സെലിബ്രിറ്റി വിളിക്കുന്നു പോയി. ഓക്കെ, അപ്പോൾ ഒന്ന് പോർട്രേറ്റ് ഒന്ന് ചെയ്ത് നിങ്ങൾക്ക് തംബ്നെയിലാണല്ലേ, തംബ്നെയിൽ മറ്റേ യൂട്യൂബിൻ്റെ എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട്, ഞാൻ റിക്വസ്റ്റ് കൊടുക്കാം, പുള്ളി ഞങ്ങൾക്ക് തംബ്നെയിലൊക്കെ റെഡിയാക്കി തരും. വീഡിയോ തംബ്നെയിൽസ് വേണമല്ലേ, അന്ന് നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഡിസൈനർ, അപ്പോൾ നല്ലൊരു നമുക്ക് ചെയ്യാം. വാക്കം ബാംബോ, അത് തന്നെ ബാംബോ നല്ലത്. അജിത്ത് സെലിബ്രിറ്റി എന്തുകൊണ്ട്? സോ ഇന്നത്തെ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഒന്ന് കുറച്ച് ഐഡിയ ഒക്കെ കിട്ടിയാ? ഒന്ന് സ്ലോ ആയിട്ട് ഇങ്ങനെ പറഞ്ഞു ചെയ്തു. ഇവിടുന്ന് ഇത് കുഴപ്പമില്ല, നോ പ്രോബ്ലം. ഇത് സെയിം. ഹലോ, എവിടാ ക്ലാസ്സില്?